സ്ഥാനാർത്ഥികളുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുമ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കരുത്ത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായ LDFനും UDFനും ഇടുക്കിയിൽ തുല്യ ശക്തിയുണ്ട് എന്ന് പറയാം. ലോക്സഭയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ കൂടുതൽ വിജയം കോൺഗ്രസിനും UDFനും ഒപ്പമാണെങ്കിൽ പോലും രണ്ട് രാഷ്ട്രീയ മുന്നണിക്കും തുല്യ ശക്തിയുണ്ട് അവിടെ. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ കോതമംഗലവും മൂവാറ്റുപുഴയും ഈ രണ്ട് മണ്ഡലം കൂടെ ചേർന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. നിയമസഭയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ മൂവാറ്റുപുഴയും തൊടുപുഴയും മാത്രമാണ് UDFൻ്റെ കൈവശമുള്ളത്. ബാക്കി മണ്ഡലങ്ങളൊക്കെ LDF ജനപ്രതിനിധികൾ ഉള്ള മണ്ഡലമാണ്. അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് LDF ജയിച്ച മണ്ഡലമാണ്, ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ ഒഴിച്ച്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം ഒരുപക്ഷെ മിക്കവാറും ഒക്കെ UDFനും കോൺഗ്രസിനും ഒപ്പമാണ്. ഈ രാഷ്ട്രീയ ബലാബലം ഏത് വിധത്തിലാണ് മുന്നണിയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബലാബലത്തെ നിർണ്ണയിക്കുക? ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തെ ഒരു LDF മണ്ഡലമായി കാണാൻ കഴിയില്ല. അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസികളുടെയും സ്ഥിതി അത് തന്നെയാണ്. ഇപ്പോൾ ഉറച്ച LDF മണ്ഡലം എന്ന് പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തെയും ദേവികുളം നിയോജകമണ്ഡലത്തെയും മാത്രമായിരിക്കും. ദേവികുളം പോലും മാറിയും തിരിഞ്ഞു വരാം. ഇപ്പോൾ കോതമംഗലം മണ്ഡലം നഷ്ടപ്പെടാൻ, UDFന് നഷ്ടപ്പെടാൻ പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പീരുമേട് മണ്ഡലം, പീരുമേട് കഴിഞ്ഞ കുറേ കാലമായി അവിടെ കോൺഗ്രസ് തോൽക്കുന്നത് അവിടുത്തെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയമാണ്. ഒരു എസ്റ്റേറ്റിൽ പോലും 4 ബെഞ്ചും INTUCക്ക് 4 ബെഞ്ചും യൂണിയനുള്ള സ്ഥലമാണ് പീരുമേട് നിയോജകമണ്ഡലത്തിൽ പലയിടത്തും. അപ്പോൾ ആ തോട്ടം മേഖലയിൽ ഉണ്ടായിട്ടുള്ള INTUCകൾക്കകത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് വൈരാഗ്യവും യൂണിയൻ പോലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കാറുണ്ട് എല്ലാ കാലം. അതേസമയം ഒരുപക്ഷെ അവിടെ പീരുമേട് ട്രേഡ് യൂണിയൻ ബെൽറ്റിൽ നിന്ന് പുറത്തു വരെ സ്ഥാനാർത്ഥി വന്നാൽ ചിത്രം മാറിയേക്കാം. അപ്പോൾ പീരുമേടിൻ്റെ സ്ഥിതി ഏതാണ്? ഇടുക്കി UDF മണ്ഡലമാണ്. കഴിഞ്ഞ തവണ റോഷി അഗസ്റ്റിൻ ജയിക്കുന്നത്, സ്ഥിരമായ റോഷി അഗസ്റ്റിൻ ജയിച്ചത് മണ്ഡലം കേരള കോൺഗ്രസിൻ്റെ സ്വാധീനം എന്നതിനപ്പുറത്തേക്കായി റോഷി അഗസ്റ്റിൻ്റെ വ്യക്തിപരമായ ബന്ധം ആ ജില്ലയിലെ UDFുമായും കോൺഗ്രസുമായും അവിടുത്തെ ജനങ്ങളുമായും റോഷി അഗസ്റ്റിനുണ്ടായിരുന്ന ഒരു വ്യക്തിപരമായ ബന്ധമാണ് ഇടുക്കി മണ്ഡലം LDF പക്ഷത്തേക്ക് ചാഞ്ഞത്. അപ്പോൾ പീരുമേടും ഇടുക്കിയും കോതമംഗലവും UDF മണ്ഡലം എന്ന് തന്നെ വിലയിരുത്താൻ കഴിയും. ആ അർത്ഥത്തിൽ മൂവാറ്റുപുഴയും തൊടുപുഴയും കൂടി ചേരുമ്പോൾ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരർത്ഥത്തിൽ UDF മണ്ഡലമാണ് എന്ന് പറയാൻ കഴിയും. കുറച്ച് മണ്ഡലം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉടുമ്പൻചോല വളരെ അപൂർവമായി മാത്രമാണ് UDF പക്ഷത്തേക്ക് പോയിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്നും LDF ജയിച്ചവരുടെ മണ്ഡലമാണ്. ദേവികുളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു നിൽക്കുന്നത്. കാരണം ദേവികുളത്തിൻ്റെ ഒരു പ്രധാന കാരണം ദേവികുളത്തിൻ്റെ തമിഴ് രാഷ്ട്രീയവും കാണാതിരുന്നുകൊണ്ട്. കാരണം ദേവികുളം നിയോജകമണ്ഡലത്തിൽ പകുതി വോട്ടർമാർ തമിഴ് വോട്ടർമാരാണ്, തമിഴ് തോട്ടത്തൊഴിലാളികളാണ്. അവിടുത്തെ ആ രാഷ്ട്രീയവും കാണാതിരുന്നതുകൂടെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രം. അപ്പോൾ അതുകൊണ്ട് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾക്കും പാർലമെൻറ്റ് മണ്ഡലത്തിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എല്ലാ കാലത്തും ചായയായ ഒരു കൊണ്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഇടുക്കിയുടെ പ്രാദേശികമായ വിഷയങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രാദേശികമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മുമ്പ് പട്ടയമായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. രാഷ്ട്രീയ ബലാബലത്തോടൊപ്പം പ്രധാനമാണ് ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ പ്രാദേശികമായ വിഷയങ്ങൾ. അത് ഇടുക്കിയുടെ ഒരു കാർഷിക മേഖല നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റബ്ബർ, കാപ്പി, ഏലം, കുരുമുളക്, തേയില ഇതൊക്കെയാണ് ഇടുക്കിയുടെ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട വിളകൾ. ഇത് കാർഷികം മാത്രമല്ല, ഇടുക്കിയുടെ ഒരു സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലുകൂടിയാണ് ഈ തോട്ടവിളകൾ ഒക്കെ. പിന്നെയുള്ളത് കന്നുകാലി വളർത്തലാണ്. ഇതിൽ റബ്ബറിൻ്റെ വില എക്കാലവും തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാറുള്ളൊരു ഘടകമാണ്. ഇക്കുറിയും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ ബജറ്റിൽ റബ്ബറിൻ്റെ താങ്ങുവില, സംസ്ഥാന ബജറ്റിൽ റബ്ബറിൻ്റെ താങ്ങുവില 10 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളത് വലിയ വിഷയമായി UDF ഉയർത്തുന്നുണ്ട്. വേണ്ട വിധം അതേസമയം ഈ റബ്ബറിൻ്റെ വില ഉയർത്തുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ റബ്ബറിന് വേണ്ടി ഇടപെടുന്ന കാര്യത്തിൽ, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിൽ ഡീൻ കുര്യാക്കോസിന് MP വേണ്ടത്ര കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ശ്രീ MJ ബാബു, താങ്കൾ പറഞ്ഞു ഈ പ്രാദേശികമായ വിഷയങ്ങളെക്കുറിച്ചാണ്. അതിൽ എത്രത്തോളം പ്രധാനമാണ് ഈ റബ്ബറിൻ്റെ വില? അത് നമ്മൾ തോട്ടവിള കണക്കാക്കുമ്പോൾ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട തോട്ടവിളകളിൽ ഒന്നാണ് റബ്ബർ. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അത്രയും റബ്ബർ ഇടുക്കിയെ സ്വാധീനിക്കാറില്ല.
കാരണം തൊടുപുഴ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മാത്രമാണ് റബ്ബർ കുറച്ചെങ്കിലും ഉള്ളത്. പിന്നെ പീരുമേട് നിയോജകമണ്ഡലത്തിലെ കൊക്കയാർ പ്രദേശത്ത് അല്ലെങ്കിൽ കൊക്കയാർ പഞ്ചായത്തിലുമാണ് റബ്ബറുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബർ ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി ഇടുക്കി പാർലമെന്റ് മാറുന്നു. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കാർഷിക ജില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം റബ്ബറിനേക്കാൾ കൂടുതലായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു ചില വിഷയങ്ങളാണ്. ഒന്ന്, നമ്മളിപ്പോൾ ഇടുക്കി എല്ലാ കാലത്തും നമ്മൾ വിശേഷിക്കപ്പെടുന്നത് കാർഷിക ജില്ല എന്ന നിലയിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ലാതായി മാറിയിരിക്കും. കഴിഞ്ഞ കുറേ കാലത്ത് നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടുക്കിയിൽ നിന്ന് കുരുമുളകാണെങ്കിലും കാപ്പി ആണെങ്കിലും അല്ലെങ്കിൽ ഇഞ്ചിയും ഒക്കെ ആ ഒരു വിളകൾ, കാർഷിക വിളകൾ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ ഈ കുരുമുളക് അടക്കമുള്ള കാർഷിക വിളകളെ ദോഷകരമായി ബാധിച്ചപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി വന്നപ്പോഴൊക്കെ അവിടെ ഇടുക്കിയെ നിലനിർത്തിയിരുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. ഇപ്പോൾ കന്നുകാലി വളർത്തുന്നത് പുറകിലേക്ക് പോയിരിക്കുന്നു. ഇടുക്കിയെ ഇപ്പോൾ ടൂറിസം ജില്ല എന്നാണ് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. കാരണം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു ടൂറിസമാണ് ഇടുക്കിയുടെ ഒരു വരുമാന മാർഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ തൊടുപുഴയാണെങ്കിലും തൊടുപുഴ മലങ്കരയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ടൂറിസം സെക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ തൊമ്മൻകുത്തിനെ കേന്ദ്രീകരിച്ചാണെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി മേലേക്ക് പോകുമ്പോൾ കുളമാവാണെങ്കിലും അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക് എത്തുമ്പോഴും ഇടുക്കി ഡാമിനെ കേന്ദ്രീകരിച്ചാണെങ്കിലും അങ്ങനെ കൊച്ചു കൊച്ചു അഞ്ചുമണിയാണെങ്കിലും അല്ലെങ്കിൽ പിരിമലയിലേക്ക് പോകുമ്പോഴത്തേക്ക് കുട്ടിക്കാനം കേന്ദ്രീകരിച്ചും വാഗമണ്ണും, തിരിച്ച് കുമളിയിലേക്ക് പോകുമ്പോൾ കുമളിയും വണ്ടിപ്പെരിയാറും മൂന്നാറും അല്ലെങ്കിൽ മൂന്നാർ പ്രദേശങ്ങളും ഒക്കെ ആ ഇടുക്കിയുടെ മുഴുവൻ പ്രദേശങ്ങളും ഒരു ടൂറിസം, ഇപ്പോൾ കോതമംഗലത്ത് പോലും പുതുതൻകെട്ടിനെ ബേസ് ചെയ്തും കുട്ടമ്പുഴയെ കേന്ദ്രീകരിച്ച് വയ്ക്കെ തട്ടേക്കാടിനെ കേന്ദ്രീകരിച്ച് വയ്ക്കെ ടൂറിസം വലിയൊരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ ഇടുക്കിയൊരു ടൂറിസം ജില്ലയായി, ടൂറിസം മണ്ഡലമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനമാണ് നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നത്. കാരണം ഇടുക്കിയിലെ നിർമ്മാണ നിരോധനം വേറെ ചർച്ച ചെയ്യേണ്ടതോ വേണ്ട വിഷയമാണ് യഥാർത്ഥം. അവിടെ 13 വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് അനുമതി കിട്ടുന്നില്ല. വീടിന് മാത്രമാണ് താമസ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നിർമ്മാണം നിൽക്കുന്നത്. അത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നിർമ്മാണ നിരോധനം മുതൽ അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഹോം സ്റ്റേ നിർമ്മിക്കാനോ അല്ലെങ്കിൽ കോട്ടേജ് നിർമ്മിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് വളരെ ഗൗരവമായി ഇടുക്കിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് 1964 ഭൂമി പതിവ് നിയമം അനുസരിച്ച് ലഭിച്ചിട്ടുള്ള പട്ടയം. ആ പട്ടയത്തിൽ ഭൂമിക്ക് വേണ്ടി എന്തിനാണോ പട്ടയം കിട്ടിയത് ആ പട്ടയത്തിൻ്റെ ആവശ്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ അല്ലെങ്കിൽ കൃഷി, അതല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന തരത്തിലേക്കുള്ള നിരോധനം വന്നിരിക്കുന്നു. 1964 ഭൂമി പതിവ് നിയമം അനുസരിച്ചാണ് ഇടുക്കിയിൽ പട്ടയം കിട്ടിയിട്ടുള്ളത്. അതിനെ മറികടക്കാൻ ഗവൺമെന്റ് ഒരു നിയമ ഭേദഗതി നിയമസഭയിൽ കൊണ്ടുവന്നു. പക്ഷേ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിന് പ്രശ്നം പറഞ്ഞിരിക്കുന്നത് ഇത് ക്രമവൽക്കരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ 64 നിയമം അനുസരിച്ച് പട്ടയം ലഭിച്ചിട്ടുള്ളതാണ്. ആ പട്ടയഭൂമിയിൽ വീടിന് പകരം കടമുറിയോ അല്ലെങ്കിൽ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ കോട്ടേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആശുപത്രിയൊക്കെ പണിതിട്ടുണ്ടെങ്കിൽ അതിനെ ക്രമവൽക്കരിച്ച് കിട്ടുന്നതിന് വേണ്ടി സർക്കാർ അപേക്ഷ കൊടുക്കുകയും അതിന് ഫീസ് അടയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു പുതിയ സാഹചര്യം ഇടുക്കിയിൽ രൂപപ്പെട്ടു വരികയാണ്. അതാണ് ഇപ്പോൾ ഇടുക്കിയിലെ ഏറ്റവും വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ പഴയ പട്ടയത്തിൽ നിന്നൊക്കെ വന്ന് ഇപ്പോൾ ഈ ഭൂമിയുടെ സ്വന്തം ഭൂമിയിൽ ആർക്കാണ് അവകാശം എന്ന തലത്തിലേക്കുള്ള ഒരു വിഷയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ അത്തരമൊരു സാഹചര്യത്തിൽ കാർഷിക വിളകൾക്ക് പോലും ഇപ്പോൾ പ്രസക്തമല്ലാതിരിക്കുന്നു. കാരണം കാർഷിക വിളകൾക്കൊന്നിനും വിലയില്ല. റബ്ബർ മാത്രമല്ല, കുരുമുളകിനോ കാപ്പിക്കോ ഏലത്തിനോ അല്ലെങ്കിൽ തേയിലയ്ക്കോ പോലും അതനുസരിച്ചുള്ള വില കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ തേയിലയുടെ വിഷയം വേറെയാണ്. കാരണം തേയിലത്തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. ഇടുക്കിയിലെ പീരുമേടും ദേവികുളം നിയോജകമണ്ഡലത്തിൽ തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് വലിയൊരു പങ്കുണ്ട്. അതുപോലെ ഉടുമ്പൻചോലയിലേക്ക് പോകുമ്പോൾ ഏലത്തോട്ടം തൊഴിലാളികളാണ്. അവിടെയൊക്കെ പ്രാദേശികമായ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം.